നമസ്കാരം. ഭൂമിയിലെ ഇടിമിന്നലുകൾക്കും കൊടുങ്കാറ്റുകൾക്കും മുകളിൽ ആകാശത്തിൻ്റെ അതിരുകളിൽ സംഭവിക്കുന്ന അതിശയകരമായ പ്രപഞ്ച പ്രതിഭാസങ്ങളുടെ അപൂർവ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് നാസ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സഞ്ചാരികൾ പകർത്തിയ ഈ ചിത്രങ്ങൾ ശാസ്ത്രലോകത്തിന് വലിയൊരു വാതിലാണ് തുറന്നു നൽകുന്നത്. സാധാരണഗതിയിൽ ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് മിന്നൽ പിണരുകളും ഇടിമുഴക്കവും മാത്രമാണ് അനുഭവപ്പെടാറുള്ളത്. എന്നാൽ അന്തരീക്ഷത്തിൻ്റെ 55 മൈലോളം ഉയരത്തിൽ വായു തീരെ കുറഞ്ഞ പാളികളിൽ വർണ്ണാഭമായ വൈദ്യുത വെടിക്കെട്ടുകൾ നടക്കുന്നുണ്ടെന്ന് ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള നിരീക്ഷണങ്ങൾ തെളിയിക്കുന്നു. ട്രാൻസിയൻ ലൂമിനൻസ് ഇവൻറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രതിഭാസങ്ങൾ ദശാബ്ദങ്ങളായി പൈലറ്റുമാരുടെ കഥകളിലും അപൂർവം ചില ഫോട്ടോകളിലും മാത്രം ഒതുങ്ങി നിന്നവയായിരുന്നു. എന്നാൽ ബഹിരാകാശ നിലയത്തിലെ അത്യാധുനിക ക്യാമറകളും സെൻസറുകളും ഇന്ന് ഇവയെ കൃത്യമായി ഒപ്പിയെടുക്കുന്നു. റെഡ് സ്പ്രൈറ്റുകൾ, ബ്ലൂ ജെറ്റുകൾ, വയലറ്റ് ഹാലോസ് എന്നിങ്ങനെ വിവിധ പേരുകളിലാണ് ഈ ആകാശ വിസ്മയങ്ങൾ അറിയപ്പെടുന്നത്. ഇവയിൽ റെഡ് സ്പ്രൈറ്റുകൾ ഏകദേശം 10 മില്ലി സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്നതും കടൽ ജീവികളായ ജെല്ലി ഫിഷുകൾ തലകീഴായി കിടക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്നവയുമാണ്. മേഘപാളികൾക്ക് മുകളിൽ നിന്ന് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് അതിവേഗത്തിൽ കുതിച്ചുയരുന്ന നീല വെളിച്ചത്തിൻ്റെ നാളങ്ങളാണ് ബ്ലൂ ജെറ്റുകൾ. ഇവയെല്ലാം തന്നെ വളരെ ഉയരത്തിലും അതിവേഗത്തിലും സംഭവിക്കുന്നതിനാൽ ഭൂമിയിൽ നിന്നുള്ള നിരീക്ഷണങ്ങൾ അസാധ്യമായിരുന്നു. യൂറോപ്യൻ സ്പേസ് ഏജൻസി വികസിപ്പിച്ച അറ്റ്മോസ്ഫിയർ സ്പേസ് ഇൻറ്ററാക്ഷൻ മോണിറ്റർ 2018 മുതൽ ബഹിരാകാശ നിലയത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. കണ്ണിമ ചിമ്മുന്നതിനേക്കാൾ വേഗത്തിൽ സംഭവിക്കുന്ന ഇത്തരം മിന്നൽ പ്രവാഹങ്ങളെ നിരീക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ദൗത്യം. ഈ നിരീക്ഷണങ്ങൾ കേവലം കൗതുകത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് ഭൂമിയുടെ റേഡിയോ വിനിമയ സംവിധാനങ്ങളുടെയും വിമാനങ്ങളുടെ സുരക്ഷയും ഇവ സാരമായി ബാധിക്കുന്നുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഇടിമിന്നലുകളുടെ മുകളിൽ നിന്ന് അയണോസ്ഫിയറിലേക്ക് പ്രവഹിക്കുന്ന വൈദ്യുത കാന്തിക ഊർജ്ജം എൽപ്സ് എന്ന് വിളിക്കപ്പെടുന്ന അതിഭീമാകാരമായ അൾട്രാവയലറ്റ് വലയങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ വലയങ്ങൾ നൂറുകണക്കിന് മൈലുകൾ ദൂരത്തിൽ അയണോസ്ഫിയറിലെ ചാർജുകളിൽ വ്യതിയാനം വരുത്താൻ ശേഷിയുള്ളവയാണ്. ഇത് ദീർഘദൂര റേഡിയോ സിഗ്നലുകളെ തടസ്സപ്പെടുത്തുന്നതിനും ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലാക്കുന്നതിനും കാരണമാകും. സമുദ്രത്തിനടിയിലെ അന്തർവാഹിനികളിലേക്കുള്ള സന്ദേശങ്ങൾ കൈമാറുന്ന പാളുകളെപ്പോലും ഈ പ്രതിഭാസങ്ങൾ ബാധിച്ചേക്കാം. മിന്നലുകൾ സൃഷ്ടിക്കുന്ന മറ്റൊരു അദൃശ്യ ഭീഷണിയാണ് ടെറസ്ട്രിയൽ ഗാമാ റേ ഫ്ലാഷുകൾ. ഒരു വിമാനത്തിലെ യാത്രക്കാർക്ക് നെഞ്ചിൻ്റെ എക്സ്റേ എടുക്കുമ്പോൾ ലഭിക്കുന്ന അത്രയും വികിരണങ്ങൾ ഏൽപ്പിക്കാൻ ശേഷിയുള്ള അതിശക്തമായ ഊർജ്ജ പ്രവാഹങ്ങളാണിവ. ഭൂമധ്യരേഖ പ്രദേശങ്ങളിലെ കൊടുങ്കാറ്റുകൾക്ക് മുകളിൽ ഇവ കൂടുതലായി കാണപ്പെടുന്നു. ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി നിർമ്മിച്ച ലൈറ്റ് 1 എന്ന കൊച്ചു ഉപഗ്രഹം ഇത്തരം ഗാമ വികിരണങ്ങളെ നിരീക്ഷിക്കുന്നതിനായി ബഹിരാകാശ നിലയത്തിൽ നിന്ന് വിക്ഷേപിച്ചിരുന്നു. ഇത്തരം വികിരണങ്ങളുടെ പ്രഭവ കേന്ദ്രങ്ങൾ കൃത്യമായി മാപ്പ് ചെയ്യുന്നത് വഴി വിമാനങ്ങളുടെ യാത്രകൾ കൂടുതൽ സുരക്ഷിതമായി ആസൂത്രണം ചെയ്യാൻ സാധിക്കും. ഭൂമിയിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിലും ഇത്തരം പ്രതിഭാസങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അന്തരീക്ഷത്തിലെ നൈട്രജൻ ഓക്സൈഡുകളെയും മറ്റ് രാസഘടകങ്ങളുടെയും അളവിൽ മാറ്റം വരുത്തുവാൻ ഈ മിന്നൽ പ്രവാഹങ്ങൾക്ക് സാധിക്കും. ഇത് ഓസോൺ പാളിയുടെ ഘടനയെയും ആഗോള താപനത്തെയും സ്വാധീനിക്കുന്നു. അതിനാൽ കാലാവസ്ഥാ മോഡലുകൾ കൂടുതൽ കൃത്യമാക്കാൻ TLE കുറിച്ചുള്ള വിവരങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ബഹിരാകാശ നിലയത്തിലെ തോർ ഡേവിഡ് പരീക്ഷണത്തിൻ്റെ ഭാഗമായി സെക്കൻഡിൽ 1,00,000 ഫ്രെയിമുകൾ വരെ പകർത്തുവാൻ കഴിയുന്ന ക്യാമറകൾ ഉപയോഗിച്ച് ഇത്തരം കൊടുങ്കാറ്റുകളുടെ സ്ലോ മോഷൻ ദൃശ്യങ്ങൾ ശാസ്ത്രജ്ഞർ തയ്യാറാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ സാന്നിധ്യം ഭൂമിയെയും അതിൻ്റെ അന്തരീക്ഷത്തെയും കുറിച്ച് നമുക്കുള്ള ധാരണകളെ വിപുലീകരിക്കുകയാണ് ചെയ്യുന്നത്. മേഘങ്ങൾക്ക് മുകളിൽ നടക്കുന്ന ഈ അതിശയകരമായ വൈദ്യുത പ്രതിഭാസങ്ങൾ ഇനിയും പൂർണ്ണമായി അനാവരണം ചെയ്യപ്പെടാനിരിക്കുന്നുണ്ട്. വരും വർഷങ്ങളിൽ കൂടുതൽ അത്യാധുനികമായ സെൻസറുകളും ചെറുകിട ഉപഗ്രഹങ്ങളും ഈ നിരീക്ഷണങ്ങളുടെ ഭാഗമാകും. ഓരോ തവണ ബഹിരാകാശ നിലയം ഭൂമിയെ ചുറ്റി വരുമ്പോഴും മിന്നലുകളുടെയും കൊടുങ്കാറ്റുകളുടെയും അദൃശ്യമായ ചരിത്രത്തിലേക്ക് ഏതാനും ദൃശ്യങ്ങൾ കൂടി ചേർക്കപ്പെടുന്നുണ്ട്. ഇത് ആധുനിക സാങ്കേതിക വിദ്യയും വിനിമയ സംവിധാനങ്ങളെയും കൂടുതൽ കരുത്തോടെ സംരക്ഷിക്കുവാൻ മനുഷ്യനെ പ്രാപ്തനാക്കും. വെബ് ഡെസ്ക് തത്വമൈ TV.